അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ അജുവത്തിസുള്ള ഹായ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറയാൻ മറക്കുള്ളൂ, അതുകൊണ്ടാണ് ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ, നമ്മൾ ചായക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊട്ടാൻ വേണ്ടി ഇങ്ങനെ കയറിയതാണ്. അപ്പോൾ ഞാൻ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് കത്തിക്കുന്ന സാധനം കാണാനല്ല, അത് എപ്പോഴും ഇങ്ങനെ കാണാതെ കേട്ടോ. സംഭവം ഞാൻ തന്നെയാണ് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുന്നത്, പക്ഷേ എവിടെയാണെന്ന് ആ ഒരു ടൈമിന് നോക്കുമ്പോൾ കിട്ടില്ല. ഇപ്പം ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ആവില്ല, വേറെ എവിടെയെങ്കിലും ആവും. അങ്ങനെ നമ്മൾ അടുക്കളയിലൊന്നും തപ്പിത്തിറങ്ങി ഇങ്ങനെ നടന്നപ്പം ഒരു പഴം കിട്ടിയിട്ടോ. അപ്പോൾ നമുക്കൊരു പഴം വെച്ചിട്ട് എന്ത് ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ വീഡിയോയിലൊക്കെ ഞാൻ കുറേ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു പഴം ഒന്ന് വാട്ടിയെടുക്കാം. ഇതിപ്പം കാര്യമായിട്ട് കഴിക്കാൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരെണ്ണല്ലേ ഉള്ളൂ, അപ്പോൾ കയ്യിൽ വെച്ചിട്ട് തന്നെ അരിയാന്ന് കരുതിയിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അരിയിൽ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര റിസ്ക് ആണെന്ന്. കാരണം കത്തി നല്ല മൂർച്ചയുണ്ട്, അപ്പോൾ കൈ തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടാവും. എനിക്കാണെങ്കിൽ ഇങ്ങനെ കയ്യിൽ വെച്ച് അരിയാൻ അറിയില്ല കേട്ടോ. എന്തായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ട് ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കനം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാടാൻ കുറച്ച് പണിയായിരിക്കും. പിന്നെയാണ് അത്ര ചെറുതാക്കിയിട്ടൊക്കെ കട്ട് ചെയ്താൽ മതിയായിരുന്നു, ടൈം എടുത്തിട്ട് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് പാനൊക്കെ ചൂടാവുന്നതിന് മുന്നേ നെയ്യും പഴമൊക്കെ ഇട്ടെടുത്ത് വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചൂടായിട്ടില്ല കേട്ടോ, അതിന് മുന്നേ വാട്ടുന്നത്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മുടെ ഇപ്പുറത്തെ ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടെടുത്തിട്ട് കട്ടനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പാലൊക്കെ വരെ 5 മണിയാവട്ടെ, അവർ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല, പിന്നെ സമയമില്ല. കുട്ടികളൊക്കെ ഇപ്പോൾ എണീക്കും, ചൂട് കാരണമൊക്കെ മയങ്ങി ഉറങ്ങിക്കുമെന്നാണ് തോന്നുന്നത്. പഴം കുറച്ച് സ്വീറ്റാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് എന്താ പറയുക പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ ഹാള് കിടന്നിട്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. വലിയാക്കൂൻ്റെ 2 കുട്ടികളുണ്ട് കേട്ടോ. ചൂട് കാരണമാണ് പാവങ്ങൾ. എന്തായാലും ഉറങ്ങി എണീറ്റുണ്ട്. രാവിലത്തെ പുട്ടും കടലക്കറി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിക്കാന്ന് കരുതി, വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. പിന്നെ നമ്മുടെ പഴമുണ്ട്, പഴം ഒരെണ്ണുള്ളൂ, അത് നമ്മളെല്ലാവരും കൂടെ കഴിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ ആരെങ്കിലും ഒരാൾ നീറ്റിട്ട് കഴിക്കാന്ന് വിചാരിച്ച് കുറച്ചേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം നീറ്റ് ചെയ്യാനാണ് കേട്ടോ. എപ്പോഴും ചെയ്യാനാണ് ആദ്യം നീക്കും, അവൻ്റെ ഉറക്കം വേഗം കഴിയും. പക്ഷേ ഇത് കുറേ നേരം കിടന്നുറങ്ങും കേട്ടോ. അങ്ങനെ ഞാനും ചെയ്യാനും കൂടെ ചായ കുടിക്കുകയാണ്. അപ്പോൾ മോനിക്ക് പഴം വാട്ടിയതാണ് ഇഷ്ടം, പക്ഷേ പുട്ടും കടലയും കണ്ടപ്പോൾ പിന്നെ പഴം കുറച്ചേ കഴിച്ചുള്ളൂ, ബാക്കി പുട്ടും കടലയും ഒന്ന് തട്ടിക്കൂട്ടി. പുട്ടും കടയിൽ രാവിലത്തെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ, നമ്മൾ ചായയൊക്കെ നല്ല ചൂടാണ്, അതിലും വലിയ ചൂടാണ് വീടിനകത്ത്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഞങ്ങൾ ചാവടി കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവരൊക്കെ നീറ്റത്. ഇസു അതേപോലെ റയ്യും അനു ഒക്കെ എല്ലാവരും ഇവിടെ കിടന്നിട്ട് കളിക്കായിരുന്നിട്ട് എല്ലാവരും. പിന്നെ തന്നെ കിടന്നുറങ്ങിയതാണ്, ഞാൻ റൂമിൽ കിടന്നുറങ്ങി. എല്ലാവരും ഉറക്കം കഴിഞ്ഞ് നീറ്റിക്കാണ്. ഇപ്പോൾ ഉച്ചയ്ക്കൊരു ക്ഷീണവും മയക്കും തയക്കും ഒക്കെ അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ കാര്യങ്ങൾ. ചൂട് കാരണം ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ഇനിയിപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത്, എന്താ പാടെന്ന് അറിയില്ല. അപ്പം ഞാൻ ഇസും കൂടെ നീറ്റ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കാറ്റുകൊള്ളാൻ വേണ്ടിയിട്ട് വന്നിക്കാം കേട്ടോ. പാടത്തുനിന്ന് നല്ല കാറ്റുണ്ട്. അപ്പം ഇസു ക്യാമറയിൽ തൊട്ടുകൊണ്ട് ക്യാമറ ഒന്ന് ബ്ലറായിട്ടുണ്ട്, എന്തോ അയക്കാണ് കേട്ടോ. എന്നാലും കാണാൻ രസമുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പിന്നെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് പിന്നെ വന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, ചാവടിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു പരീക്ഷണത്തിലാണ്. എന്താ പറയുക, ഇത് 3 ദിവസമായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ. അതായത് കഞ്ഞിവെള്ളം വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് നല്ല പുളിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ്, 1 കപ്പ് കഞ്ഞിവെള്ളം, 2 കപ്പ് സാധാ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നാരങ്ങ മുറിച്ച് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാരങ്ങ മുറിച്ച കത്തിയപ്പോൾ തന്നെ കഴുകണം. നാരങ്ങ മാത്രമല്ല, നമ്മുടെ തക്കാളിയില്ല, അങ്ങനെ പുളിയുള്ള ഐറ്റംസ് എന്ത് കട്ട് ചെയ്താൽ നമുക്ക് അപ്പം തന്നെ കത്തി കഴുകണം എന്നാണ് എല്ലാവരും പറയുക കേട്ടോ. സോ ഞാനത് ഫോളോ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്, ഇല്ലെങ്കിൽ കത്തിയുടെ മുറിച്ച് പോകും എന്നാണ് പറയാറ്. അങ്ങനെ നമ്മളതേ എല്ലാം കലക്കി മിക്സ് ചെയ്യണം. ഇപ്പം ഇത് എന്തിനാന്നല്ല നിങ്ങൾ വിചാരിക്കണേ, എന്താ ഈ ആൾക്കുള്ളതാണ് കേട്ടോ. ഞാൻ എന്താ പറയുക, ഇവിടെ എല്ലാത്തുകൊണ്ട് ഫുള്ള് ഇലയൊക്കെ ചുരുണ്ട് ജീവല്ലാത്ത ഓരോ ഓലായിട്ടുണ്ട്, കൊമ്പും ചില്ലയൊക്കെ ആയിട്ട് ആകെ. പിന്നെ വെള്ളം നിൽക്കണില്ല, അപ്പോൾ കുറച്ച് പുല്ലൊക്കെ അതിൻ്റെ അടിയിൽ കൊടുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, സ്പ്രേ ചെയ്യാന്നിട്ട് വിചാരിച്ചു, പക്ഷേ സ്പ്രേ ബോട്ടിലിൽ ലൈസോൾ മിക്സ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ എടുത്തില്ല. അപ്പോൾ ഞാൻ കപ്പിൽ കൊടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് ഈ ഒരു കറിവേപ്പിനും താഴെ മേലെല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കപ്പ് ഇതിന് കേട്ടോ. ഇതിന്റെ ഇലയൊക്കെ കണ്ടോ, നല്ല നീളമുണ്ട് വണ്ണമുണ്ട്, പക്ഷെ ഇതിന് പുഷ്ടിപ്പില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ കറിവേപ്പ് ഒന്ന് പുഷ്ടിപ്പെടാൻ എന്തെങ്കിലും ടിപ്പ് അറിയുമെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ആണെങ്കിൽ ദയവ് ഇതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കുട്ടികളെ കാണിക്കുന്നതുകൊണ്ട് കമന്റ് ബോക്സ് ഒക്കെ തന്നെ ഓഫായി പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. നമ്മുടെ ഏറ്റവും വലിയ പണിയും മാങ്ങ കെട്ടിയലാണ് കേട്ടോ. നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള വെള്ളരി മാങ്ങയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിലത് ഇങ്ങനെ ചെറുതായിട്ടൊരു മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ ചെറിയൊരു മധുരവും പുളിയൊക്കെ പാടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്തിരുന്ന് ഇങ്ങനെ തിന്നു കേട്ടോ. ഇത് കുറച്ച് ദിവസമായിട്ട് ഫുള്ള് മാങ്ങയാണ്. എപ്പോഴാണ് അവഞ്ഞ് ലൂസ് മോഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ തണുത്തതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം അടുത്ത് എന്തെങ്കിലുമൊക്കെ അസുഖം വരും, എനിക്ക് ഉറപ്പാണ്. കുറെ കാലം ഒന്നുമില്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജലദോഷമോ പനിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വരും കേട്ടോ. പിന്നെ അത് മാറണമെങ്കിൽ കുറേ സമയം പിടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാലം ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇതന്നെ കേട്ടോ പണി കുറേ കാലമായിട്ട്. അങ്ങനെ നമ്മൾ മാങ്ങപ്പം ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്യണത്. അപ്പോൾ ഒരു 3 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. അതും സയാന് ഭയങ്കര ഇഷ്ടമാണ്, സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതിനും ആദ്യം ഇത് കട്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്യട്ടെ. എല്ലാം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ആകെ ചടക്കെ. അപ്പോഴേക്കിന് മാങ്ങ കട്ടിയിൽ കഴിഞ്ഞപ്പോഴത്തേക്കിനും മരുവിയായി. അപ്പം പിന്നെ നമ്മുടെ നിസ്കാരം, ഓത്ത്, പഠിത്തം, സ്കൂളത്തെ കേട്ടോ, മദ്രസിൽ ഇപ്പം ഇല്ലല്ലോ. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഓതായിരുന്നാൽ ഇസുവിന് ഓതണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ എനിക്ക് മുസാഫ് കൊടുത്തിട്ടുണ്ട്. വെറുതെ നോക്കിയിരുന്നാലും കൂലിയല്ലേ, അപ്പോൾ നോക്കിയിരിക്കട്ടെ എന്ന് കരുതി. പക്ഷെ ആള് നോക്കിയിരിക്കുമെന്നല്ല, ഓനിങ്ങനെ എനിക്ക് ബിസ്മി മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ബിസ്മില്ലാഹി എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ കുറേ നേരം ഞാൻ കുറച്ചു നേരം ഓന് ഓതിന് ഇങ്ങനെ കേട്ടിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആകെ ക്ഷീണമായി. അപ്പോൾ നമ്മളൊരു ആപ്പിൾ ജ്യൂസ് അടിച്ചു കുടിച്ചേ. അങ്ങനെ ഞാനിത് കളയാതെ ഒഴിക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴൊക്കെയാണ് പോയത്. അത് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും നമ്മൾ വൃത്തിക്ക് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അത് വൃത്തിയേടാവില്ല ചെയ്യാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അർഷാക്ക് പണിയൊക്കെ മാറ്റി വന്നു. അവന് 3 പേരും കൂടെ കുറച്ച് ഗുസ്തിയാണ് കേട്ടോ, തല്ലൂടൽ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലാവുകൊണ്ട് അവിടെ ആകെ അർഷാക്ക് മിസ് ചെയ്യണത് ഇസുവിനെയാണ് കേട്ടോ. ഇസുവിൻ്റെ ഇപ്പം കളിക്കാൻ പറ്റില്ല ആൾക്ക്. അതാണ് പൊട്ടിച്ചാണ്ടല്ലോ. അത് ഊരിക്കൊടുക്കുന്നു. വലുതായിത്തന്നു കൊറേ നേരമായിക്കോ ഒറ്റ കൂരിൽ തുടങ്ങിട്ട്. ആ ബട്ടൺസ് മാത്രം അതൊന്നും കാട്ടാനുള്ള മൂടിലല്ലേ. അത് ഊരിയാണതേ, ഊരിക്കോട്ടെ. ഇന്ന് ഊരിയോ ഡാ, ഇന്ന് ഊരോ ജി വാണ്ടേ? അവിടെ ഇരുന്ന് ഊരിക്കൊന്ന ഇങ്ങോട്ട് വാ, ഞാൻ ഊരിത്തരവാ. ഒരു ബട്ടൺ സൂരാനപ്പ ഈ കണ്ട മലക്കം. യെസ്, കണ്ടോ? ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുക്കളയിൽ കയറി കുറച്ച് മാങ്ങയിൽ ഉപ്പും മുളകും ഉപ്പ് നമ്മുടെ അച്ചാർ പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് സുർക്കയൊക്കെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാർ കേട്ടോ. ഇതിന്റെ പല രൂപത്തിൽ അച്ചാർ ഉണ്ടാക്കും, പക്ഷെ ഇതിപ്പോൾ 2 ദിവസം ഉണ്ടാവുള്ളൂ. അടുത്ത ഇപ്പം ഞാൻ വേറെ ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു അച്ചാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അച്ചാർ പൊടിയിലാകുമ്പോൾ പിന്നെ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുട്ടികളെയും മക്കളെയും ഹസ്ബൻഡിൻ്റെ ഒക്കെ മറ്റേ ഗെയിമും ലുഡോ കളിക്കണം. അതൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോഴത്തേനും ഒരു സമയമായിട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.